ആദ്യമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ. കസവ് സാരിയുടുത്ത് കേരളീയ വേഷത്തിൽ ലോക്സഭയിലെത്തിയ പ്രിയങ്കയെ കോൺഗ്രസ് എംപിമാർ കരഘോഷത്തോടെയാണ് വരവേറ്റത്. കേരളസഭയിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാംഗമാണ് പ്രിയങ്ക. സത്യപ്രതിജ്ഞ കാണാൻ അമ്മ സോണിയാഗാന്ധി ഗ്യാലറിയിൽ എത്തിയിരുന്നു. മുനമ്പം പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ഭൂമിയുടെ നിലവിലെ സ്വഭാവം, സ്ഥിതി, വ്യാപ്തി എന്നിവ കണ്ടെത്തണം. എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് വർഷങ്ങളായി താമസിക്കുന്നവരും വഖഫ് ബോർഡുമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ ഉടമസ്ഥതയെക്കുറിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി. സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ കാലാവധി ഹൈക്കോടതി നീട്ടി. ഡിസംബർ 17-ന് നിലവിലുള്ള ബോർഡിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ജസ്റ്റിസുമാരായ അമീർ റാവൽ, എസ് ഈശ്വർ എന്നിവരുൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. പുതിയ ബോർഡ് നിലവിൽ വരുന്നതുവരെയാണ് കാലാവധി നീട്ടിയത്. വഖഫ് ബോർഡിന് മുന്നിലുള്ള നിരവധി കേസുകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നടപടി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് സർക്കാരും പാർട്ടിയും വേട്ടക്കാർക്കൊപ്പമെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PP ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണ് MV ഗോവിന്ദന്. അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞതിനു പിന്നാലെ ജയിലിൽ നിന്നുമിറങ്ങിയ PP ദിവ്യയെ സ്വീകരിക്കാൻ MV ഗോവിന്ദൻ സ്വന്തം ഭാര്യയെ അയച്ചതെന്നും സതീശൻ പറഞ്ഞു. ADMന്റെ മരണത്തെ തുടർന്ന് വിവാദത്തിലായ കണ്ണൂരിലെ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ലെന്ന് അടൂർ പ്രകാശ് MPയുടെ ചോദ്യത്തിന് പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. പെട്രോൾ പമ്പുകൾക്ക് അനുമതി നൽകുന്നതും റദ്ദാക്കുന്നതും ബന്ധപ്പെട്ട ഓയിൽ കമ്പനികളാണെന്നും മറുപടിയിൽ പറയുന്നു. CPIM നേതാവ് EP ജയരാജന്റെ ആത്മകഥാ വിവാദം സംബന്ധിച്ച് കോട്ടയം SP സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തള്ളി. അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് തള്ളിയത്. വീണ്ടും അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം SP-ക്ക് ADGP-ക്ക് നിർദ്ദേശം നൽകി. EP ജയരാജന്റെ ഉൾപ്പെടെ മൊഴികളിൽ വ്യക്തതക്കുറവുണ്ടെന്നാണ് കണ്ടെത്തൽ. ആത്മകഥ EP ജയരാജൻ തന്നെ എഴുതിയതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും എഴുതിയതാണോ എന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് താൽക്കാലിക VC-മാരെ നിയമിച്ചത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി R ബിന്ദു വ്യക്തമാക്കിയതോടെ വിഷയം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമായി. ഒപ്പം ഗവർണറെ ഒരിടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയമായി നേരിടാൻ CPI-യും LDF-ഉം രംഗത്ത് വരും. സർക്കാരിന്റെ പാനലിലെ എല്ലാവരെയും തള്ളിയ ഗവർണർ സർക്കാരിന്റെ കണ്ണിലെ കരടായ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് വലിയ പ്രകോപനമായാണ് CPIM കാണുന്നത്. ക്ലാസ് മുറികളിൽ ബോഡി ഷെയ്മിംഗ് അടക്കം വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ അധ്യാപകരിൽ നിന്നോ സ്കൂൾ അധികാരികളിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ നിർദ്ദേശം. വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന വാഹന വാടക ഉൾപ്പെടെയുള്ള ഫീസ് സംബന്ധിച്ച ആവശ്യങ്ങൾ ക്ലാസ് മുറികളിൽ മറ്റു കുട്ടികളുടെയോ സാന്നിധ്യത്തിൽ അധ്യാപകരോ സ്കൂൾ അധികൃതരോ വിദ്യാർത്ഥികളോട് ചോദിക്കരുത്. ഇപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും മൊബൈൽ ഫോൺ ഉണ്ട്. അവരോട് നേരിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കാനെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് സർക്കാർ. ഉദ്യോഗസ്ഥർക്ക് ഉടൻ നോട്ടീസ് നൽകും. പെൻഷൻ അർഹരെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കെതിരെയും നടപടി വരും. തട്ടിപ്പ് നടത്തിയവരുടെ എണ്ണം ഇപ്പോൾ പുറത്തു വന്നതിനേക്കാൾ കൂടുതലായിരിക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തട്ടിപ്പ് നടത്തിയവരുടെ പേര് വിവരങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ അന്വേഷണം നടത്താൻ മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാതലത്തിലുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചു. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സംഭവത്തിൽ നേരത്തെ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നു. ശബരിമല മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്രത്തിന് ചുറ്റും മഞ്ഞൾ വിതറുന്നതും മറ്റു ഭക്തർക്ക് അസൗകര്യമാകരുതെന്ന് ഹൈക്കോടതി. ഈ ചടങ്ങുകൾ ആചാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇക്കാര്യം സംബന്ധിച്ച് അവബോധമുണ്ടാകാനുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തണമെന്നും ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ആനയില്ലെങ്കിൽ ആചാരം മുടങ്ങുമോ എന്ന് ഹൈക്കോടതി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. 15 ആനകളെ എഴുന്നള്ളിക്കണമെന്ന നിർബന്ധം ഏത് ആചാരത്തിന്റെ പേരിൽ
പാടില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. നിശ്ചിതാകല പരിധി ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചത് ആളുകളുടെ സുരക്ഷ കൂടി പരിഗണിച്ചാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വരെ വേണമെന്നാണ് വ്യവസ്ഥ. ആനകൾ പരസ്പരം സ്പർശിച്ചു നിൽക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്ര ഈശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട ഹർജിയിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. ജാർഖണ്ഡിന്റെ 14ാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. റാഞ്ചിയിലെ മൊറാബാദി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സന്തോഷ് കുമാർ ഗംഗ്വാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, DK ശിവകുമാർ, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയ ഇന്ത്യ സഖ്യ നേതാക്കൾ നിറഞ്ഞ വേദിയിലായിരുന്നു സത്യപ്രതിജ്ഞ. ഡൽഹി പ്രശാന്ത് വിഹാർ PVR തിയേറ്ററിന് സമീപം സ്ഫോടനം. പോലീസും NIA-യും ഫോറൻസിക് സംഘവും പ്രദേശത്ത് പരിശോധന നടത്തി. രാവിലെ 11:45 സ്ഫോടനം നടന്നുവെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. പ്രശാന്ത് നഗറിലെ CRPF സ്കൂളിന് സമീപം നേരത്തെയും സ്ഫോടനമുണ്ടായിരുന്നു. ഉഭയസമ്മതത്തോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിധി. മുംബൈയിലെ ഗർഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ വിധി. മഹേഷ് ദാമു വരെ എന്നയാൾക്കെതിരെ S ജാദവ് എന്ന വനിത നൽകിയ കേസാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് മുന്നിൽ കാലിടറുന്ന പതിവ് തിരുത്തി ലിവർപൂളിന്റെ തേരോട്ടം. സ്വന്തം തട്ടകമായ ആൻഫീൽഡിൽ നടന്ന ആവേശപ്പോരിൽ മറുപടിയില്ലാത്ത 2 ഗോളിനാണ് ചാമ്പ്യന്മാരെ ചെമ്പട നിലം പരിശാക്കിയത്. മഞ്ഞുമൽ ബോയ്സ് ടീമിന്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് വിവരം. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹറിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസിന്റെ ഓഫീസിലും വീട്ടിലുമായാണ് റെയ്ഡ് നടന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ടിക്കറ്റ് കളക്ഷനുമായി നേരത്തെ വിവാദം ഉയർന്നിരുന്നു.